ഇറാനിലെ യുദ്ധം ലക്ഷ്യത്തിന് അടുത്തെത്തി എന്ന് അമേരിക്ക അവകാശപ്പെടുകയാണ്. യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നും സമാധാന ചർച്ച നടക്കുന്നു എന്ന് സമ്മതിക്കാൻ ഇറാനിലെ നേതാക്കൾക്ക് പേടിയാണെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ഇറാന് യുദ്ധം തീർക്കണമെന്നുണ്ട്, പക്ഷേ അവർ അതിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരു കരാർ ഉണ്ടാക്കാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം ജനതയാൽ കൊല്ലപ്പെടും എന്ന് കരുതുന്നതിനാൽ അത് തുറന്നു പറയാനും അമേരിക്കൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെടുമെന്നും ഇറാൻ നേതാക്കൾ ഭയപ്പെടുകയാണ് എന്നാണ് ട്രംപിന്റെ വാദം. നിലവിലെ യാഥാർത്ഥ്യം ഇറാൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവർക്ക് മുൻപൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര കഠിനമായ ആഘാതം നേരിടേണ്ടി വരും എന്നാണ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റും പ്രതികരിച്ചത്. അതേസമയം അമേരിക്കൻ വാദങ്ങൾ ഇറാൻ തള്ളുന്നു. സ്വയം പ്രതിരോധിക്കുന്നത് തുടരും, ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. നിലവിൽ പ്രതിരോധത്തിന്റെ തുടർച്ചയാണ് ഞങ്ങളുടെ നയം എന്നാണ് അരാഗ്ചി പ്രതികരിച്ചത്. അമേരിക്ക ഇപ്പോൾ ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു തരത്തിൽ പരാജയം സമ്മതിക്കലാണ്. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് 5 നിബന്ധനകൾ. ആ നിബന്ധനകൾ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നതാണ് ഇറാന്റെ നിലപാട്. അതേസമയം അമേരിക്കയുടെ F-18 പോർ വിമാനത്തെ ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയുടെ അത്യാധുനിക F-18 യുദ്ധവിമാനം തങ്ങൾ വിജയകരമായി ലക്ഷ്യം വെച്ചു, വെടിവെച്ചിട്ടതായും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ വെടിനിർത്തൽ ഉപാധികൾ കഴിഞ്ഞ ദിവസം ഇറാൻ തള്ളിയിരുന്നു. വെടിനിർത്തലിലുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം ഇറാൻ 5 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്. ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രസ് ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹോർമൂസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പ് നൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരവും നൽകണം, ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ല എന്നത് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ. ഈ നിബന്ധനകൾ അംഗീകരിച്ചാൽ അവിടെ യുദ്ധത്തിന് സ്റ്റോപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. ഗൾഫ് മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അതിരൂക്ഷമാവുകയാണ്. അമേരിക്കയുടെ അത്യാധുനിക F-18 യുദ്ധവിമാനം തങ്ങൾ വിജയകരമായി ലക്ഷ്യം വെച്ചുവെന്നും വെടിവെച്ചിട്ടു എന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ഈ ദൃശ്യങ്ങൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് ടിവി പുറത്തുവിടുകയും ചെയ്തു. ആകാശത്ത് വെച്ച് വിമാനത്തിന് സമീപം സ്ഫോടനമുണ്ടാകുന്നു. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം താഴേക്ക് പതിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. വിമാനം തകരുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റ് പാരച്യൂട്ട് വഴി പുറത്തേക്ക് ചാടിയതായും റിപ്പോർട്ടുകളുണ്ട്. മുംബൈയിലെ ഇറാനിയൻ കോൺസുലേറ്റും ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവകാശവാദത്തോട് അമേരിക്കൻ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തുടരുന്ന സംഘർഷത്തിനിടെ സമാനമായ നിരവധി അവകാശവാദങ്ങൾ ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവയെല്ലാം US സെൻട്രൽ തള്ളുകയായിരുന്നു. മാർച്ച് 5-ന് അമേരിക്കയുടെ F-15 വിമാനം തകർത്തുവെന്നും മാർച്ച് 19-ന് F-35 സ്റ്റെൽത്ത് വിമാനം ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ വിമാനങ്ങളൊന്നും ഇറാൻ വെടിവെച്ചിട്ടില്ല എന്നും ചില വിമാനങ്ങൾ സാങ്കേതിക തകരാർ മൂലം അടിയന്തരമായി ഇറക്കുകയായിരുന്നു എന്നുമാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അയൽ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇറാന്റെ അധീനതയിലുള്ള ഒരു ദ്വീപ് പിടിച്ചെടുക്കാൻ ശത്രുക്കൾ നീക്കം നടത്തുന്നതായി ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ നീക്കങ്ങളും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും അത്തരത്തിലുള്ള അധിനിവേശ ശ്രമമുണ്ടായാൽ അതിന് കൂട്ടുനിൽക്കുന്നതാരായാലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്നും X പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം ഭീഷണി മുഴക്കി. ഇറാൻ അമേരിക്ക സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.